പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ക്ലാസ് മറ്റേ ഗൂഗിൾ മീറ്റിൽ എടുത്തില്ല. കാരണം കുറേ പേര് മെസ്സേജ് ചെയ്ത് പറഞ്ഞു അവർക്ക് റേഞ്ച് കമ്മിയാണ്, പ്രശ്നമാണ്, ഒന്നും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ. അതായത് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ റെക്കോർഡ് ചെയ്ത് വിടുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രോസസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ പഠിച്ച സ്റ്റഡി എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ള സ്റ്റെപ്പ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അസസ്മെൻറ്റ് എന്നുള്ള സ്റ്റെപ്പ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്നുള്ള സ്റ്റെപ്പ് പഠിച്ചു. ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രോസസ്സിനകത്തുള്ള സ്റ്റെപ്പിൻ്റെ പേരാണ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ 37-ാമത്തെ പേജ് എന്ന് പറഞ്ഞ് കാണാം. നമുക്കത് നോക്കാം. Organization is the process of relating persons and facilities in a systematic and effective manner. അതെല്ലാവരും അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്, കാരണം അത് നമുക്ക് പരീക്ഷയ്ക്ക് എന്താണ് ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാവുന്നൊരു കാര്യമാണ്. In the organization system, the roles and responsibilities of the consulting member must be clearly defined. It is essential for the effective implementation of the strategies chosen. The community organizer should include appropriate persons from the community through ഡെമോക്രാറ്റിക് മീൻസ്. അതാണ് സംഘാടനത്തെ പറ്റി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ മലയാളം? ഓക്കെ, ഓർഗനൈസേഷൻ നമ്മൾ മലയാളത്തിലേക്ക് ആക്കുമ്പോൾ സംഘാടനം എന്നാണ് പറയുക. എന്താ പറയുക? സംഘാടനം. ഇനി എന്താണ് സംഘാടനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് മലയാളത്തിൽ നമ്മൾ എന്താ എഴുതുക? ചിട്ടയായും കാര്യക്ഷമമായും വ്യക്തികളെയും സൗകര്യങ്ങളെയും തമ്മിൽ ഇണക്കുന്ന പ്രക്രിയയാണ് സംഘാടനം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾ വേണം, അല്ലേ? ആളുകൾക്ക് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പല സൗകര്യങ്ങളും ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് രണ്ടും കൂടെ ഒരുമിച്ച് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ആളുകളും വേണം, സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ വേണം. അപ്പോൾ ഇത് രണ്ട് സ്ഥലത്ത് ഇരുന്നിട്ട് കാര്യമില്ല. ആളുകൾ ഒരു ഭാഗത്തും സൗകര്യങ്ങൾ വേറെ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വേറെടുത്ത് ഇരുന്നിട്ട് കാര്യമില്ല. രണ്ടിനെ ഒരുമിച്ച് കൂട്ടി യോജിപ്പിക്കണം, ഒരുമിച്ച് കൊണ്ടുവരണം, ചിട്ടയായ രീതിയിൽ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിനാണ് എന്ത് പറയുക? ഓർഗനൈസേഷൻ അഥവാ സംഘാടനം എന്ന് പറയുന്നത്. അപ്പോൾ ചിട്ടയായും കാര്യക്ഷമമായും വ്യക്തികളെയും സൗകര്യങ്ങളെയും തമ്മിൽ യോജിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് സംഘാടനം. സംഘാടന വ്യവസ്ഥിതിയിൽ അംഗങ്ങളുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിച്ചിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സംഘാടനത്തിലായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ നമ്മൾ പങ്കെടുപ്പിക്കുന്ന ആളുകളുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും കടമകളും കൃത്യമായിട്ട് അവരോട് പറയണം. അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം. അത് നിങ്ങൾ ഓരോരുത്തരും ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഇന്നതിൻ്റെതാണ് എന്ന് കൃത്യമായിട്ട് പറയണം. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എന്തായി പോവും? കൃത്യമായിട്ട് നടക്കില്ല, മോശമായി പോവും. ആളുകൾക്ക് എന്താണ് അവരുടെ ജോലി, ആ ജോലിയുടെ ഭാഗമായിട്ട് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ നേരത്തെ തിരഞ്ഞെടുത്ത തന്ത്രങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് അത്യാവശ്യമാണ്. നമ്മുടെ സ്ട്രാറ്റജി ഫോർമുലേഷൻ നടത്തിയിട്ടുണ്ട്, അല്ലേ? അത് കൃത്യമായി കാര്യക്ഷമമായിട്ട് വളരെ എഫിഷ്യൻ്റായിട്ട് നടപ്പിലാക്കുന്നതിന് ഇത് ആവശ്യമാണ്. ജനാധിപത്യ രീതികളിലൂടെ കണ്ടെത്തിയ ഉചിതരായ വ്യക്തികളെ കമ്മ്യൂണിറ്റി ഓർഗനൈസ് ഇതിനായി ഉൾക്കൊള്ളിക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് ആളെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ള ചോദ്യം. ഈ ആളുകളെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നമ്മൾ തിരഞ്ഞെടുക്കണം. അതിനെങ്ങനെ തിരഞ്ഞെടുക്കണം? അതിന് നമ്മൾ പ്രയോഗിക്കേണ്ട മാർഗ്ഗമാണ് ജനാധിപത്യപരമായ മാർഗം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചകൾ ചെയ്ത് ഭൂരിപക്ഷം ആളുകൾ പിന്തുണയ്ക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ജനാധിപത്യ രീതി എന്ന് പറയുന്നത്. ആ രീതിയിൽ വേണം ആര് ചെയ്യാൻ? കമ്മ്യൂണിറ്റി ഓർഗനൈസർ ചെയ്യാൻ. ഇത്രയുമാണ് ഓർഗനൈസേഷൻ എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ടെക്സ്റ്റിലും സ്ലൈഡിലുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? ഇത് നമുക്ക് സ്വാഭാവികമായിട്ടും കിളിമല പഞ്ചായത്തിൽ ഈ ഓർഗനൈസേഷൻ എങ്ങനെയാണ് നടന്നത് നമുക്ക് നോക്കാം. എ 5-member team, okay, നമുക്ക് നോക്കാം. Okay, a 5-member team from the development committee, 3 representatives from the women groups and the community organizer will constitute the apex forum for selecting the beneficiaries, fund allocation, monitoring, evaluation and policy decision. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഉദാഹരണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. വികസന സമിതിയിൽ നിന്ന് 5 പേര്, നമ്മൾ തുടക്കത്തിൽ വികസന സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്യും. ഓക്കെ, സ്ത്രീകളുടെ സംഘങ്ങളെ പ്രതിനിധീകരിച്ച് 3 പേര്. 20 ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ അംഗങ്ങളായിട്ടുള്ള 15 മുതൽ 20 വരെ സ്ത്രീകൾ അംഗങ്ങളായിട്ടുള്ള 20 ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? അതിനകത്ത് 3 പേരെടുക്കും.
കമ്മ്യൂണിറ്റി ഓർഗനൈസർ, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഓർഗനൈസർ, ഇത്രയും പേർ ചേർന്നിട്ടാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുക. ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ പ്രയോജനം ലഭിക്കുന്ന ആൾക്കാരെയാണ് ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഗ്രാമസഭയിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ അവിടെ പറയുന്നേക്കാം ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാം. വീട് നിർമ്മാണത്തിൻ്റെ ഗുണഭോക്താക്കൾ, അല്ലെങ്കിൽ കാർഷിക ഉപകരണങ്ങൾ ലഭിക്കുന്നതിന് ഗുണഭോക്താക്കൾ എന്നൊക്കെ പറയുന്നേക്കാം. അത് അവരെയാണ് നമ്മൾ ബെനിഫിഷ്യറീസ് അഥവാ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ തിരഞ്ഞെടുക്കണം. വിഭവ വിനിയോഗം, എങ്ങനെയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാവില്ല. പണമായാലും വിഭവങ്ങളായാലും എന്തായാലും പരിമിതമായ അളവിനെ എവിടെയുള്ളൂ? നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ളൂ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നടത്താൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അത് വളരെ കാര്യക്ഷമമായിട്ട് നമ്മൾ വിനിയോഗിക്കേണ്ടതുണ്ട്. മേൽനോട്ടം, മോണിറ്ററിങ്ങിന് പറയുന്ന പേരാണ് മേൽനോട്ടം. വിലയിരുത്തൽ, ഇവാലുവേഷൻ പറയുന്ന പേരാണ് വിലയിരുത്തൽ. നയതീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നയതീരുമാനങ്ങൾ എന്ന് പറയുന്നത് പോളിസി തീരുമാനം എന്തൊക്കെ ആയിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നതാണ് പോളിസി ഡിസിഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്പെക്സ് ബോഡി ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ഒരു മേൽ കമ്മിറ്റി കേട്ടോ, ഒരു മേൽ കമ്മിറ്റി ഉണ്ടാക്കും. അതിനകത്തുള്ള അംഗങ്ങളാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. അപ്പോൾ അവരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഈ ആളുകൾ ചേർന്നിട്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ പ്രക്രിയയിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കാര്യം ചെയ്യും. ഇത്ര എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അടുത്ത ഘട്ടമായിട്ടുള്ള ആക്ഷനിലേക്ക് പോവാം. എന്താണ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ഷൻ്റെ മലയാളം പ്രവർത്തനം എന്നാണ്. പ്രവർത്തനം. ഓക്കെ, അപ്പോൾ ആക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജീസ് ആൻഡ് പ്രോഗ്രാംസ് ഡെവലപ്ഡ് ത്രൂ discussion and planning. The action plan evolved on the chosen strategy is implemented through various task groups. ഇത് അത്രയേ ഉള്ളൂ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നടപ്പിലാക്കൽ. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, തന്ത്രങ്ങൾ. പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ പരിപാടികൾ. ഡെവലപ്ഡ് ത്രൂ ഡിസ്കഷൻസ് ആൻഡ് പ്ലാനിങ്, ചർച്ചയിലൂടെ വികസിപ്പിച്ചെടുത്ത, ചർച്ചയിലൂടെയും ആസൂത്രണത്തിലെയും വികസിപ്പിച്ചെടുത്ത എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണ്? ചർച്ചയിലൂടെയും ആസൂത്രണത്തിലൂടെയും വികസിപ്പിച്ച തന്ത്രങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്ന പരിപാടിക്കാണ് നമ്മളെന്ന് പറയാം ആക്ഷൻ എന്ന് പറയുന്നത്, അഥവാ പ്രവർത്തനം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ കുറേ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ, ചർച്ചയിലൂടെയും ആസൂത്രണത്തിലൂടെയും. അത് ആ പരിപാടികളൊക്കെ നടപ്പിലാക്കുന്ന ഘട്ടം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ നടപ്പിലാക്കുകയാണ്, അതിനാണ് ആക്ഷൻ എന്ന് പറയുക. വിവിധ തിരഞ്ഞെടുക്കപ്പെട്ട തന്ത്രങ്ങളുടെ മേൽ ഉരുത്തിരിഞ്ഞു വന്ന പ്രവർത്തന പരിപാടികൾ വിവിധ പ്രവർത്തന സംഘങ്ങളിലൂടെ നടപ്പിലാക്കുന്നു. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നമ്മൾ ചെയ്യുന്നതാണ് ടാസ്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. കാരണം വെച്ചാൽ എല്ലാവർക്കും എല്ലാ പണിയും കൂടി ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ലോ. അപ്പോൾ ചെറിയ ചെറിയ ആളുകളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ സംഘങ്ങളാക്കിയിട്ട് ഉണ്ടാക്കും. അവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക പണി കൊടുക്കും. അതിനാണ് ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മേൽനോട്ടം വഹിക്കാൻ മേസ്ത്രിമാരായിട്ട് 3 പേരെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? ഈ നമ്മുടെ ഓരോ യൂണിറ്റിൽ പോയി നോക്കണം, പശു വളർത്തുന്നിടത്ത് കാര്യങ്ങളൊക്കെ മര്യാദയ്ക്കാണോ പോകുന്നതെന്നൊക്കെ പോയി നോക്കണം. അപ്പോൾ അതൊരു ടാസ്ക് ഗ്രൂപ്പിന് ഉദാഹരണമാണ്. പറഞ്ഞ മനസ്സിലായല്ലോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിവിധ ടാസ്ക് ഗ്രൂപ്പുകൾ, ഓരോ പരിപാടിക്ക് ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഈ സോഷ്യൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലെ പ്രക്രിയയിലെ ആക്ഷൻ അഥവാ പ്രവർത്തനം എന്ന് പറയുന്ന ഘട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ഇതിൻ്റെ ഉദാഹരണം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്താണ് ഉദാഹരണമായിട്ട് നൽകിയിരിക്കുന്നത്? 20 women groups, each comprising 7 to 15 members, were organized in Kilimala village. A 5-member executive elected from time to time governed the activities of the women group at the grassroots level. A member from each group elected democratically represented them in the Apex Dairy Management Council. This Apex committee distributed the cows to the members of the group. With the support of the agency, cattle sheds were constructed. The milk collected at the group level was marketed locally and the excess was pooled at the center for processing. Okay. അപ്പോൾ എന്താണ് ഈ ആക്ഷൻ ഉദാഹരണം? കിളിമലയിൽ ആക്ഷൻ അഥവാ പ്രവർത്തനം എന്ന് പറയുന്നത് എങ്ങനെയാണ് നടന്നത് അത് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ കിളിമല ഗ്രാമത്തിൽ നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞല്ലേ, 7 മുതൽ 15 വരെ അംഗങ്ങളുള്ള 20 വനിതകളുടെ യൂണിറ്റ്. അപ്പോൾ 20 വനിതകളായിരിക്കും എല്ലാവരും. അങ്ങനത്തെ 20 എണ്ണം ഉണ്ടാവും. ഓരോ ഗ്രൂപ്പിലും 7 മുതൽ 15 വരെ അംഗങ്ങൾ. ഏറ്റവും കുറഞ്ഞത് 7 പേര്, ഏറ്റവും കൂടുതൽ 15 പേര്. ഇങ്ങനെയുള്ള 20 ഗ്രൂപ്പുകൾ ഉണ്ടാക്കി.
അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പല രീതിയിലുള്ള നേരത്തെ പറഞ്ഞ ടാസ്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സമയാസമയങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന 5 അംഗ എക്സിക്യൂട്ടീവ്, ഒരു 5 അംഗ സമിതിയാണ്. ഇവിടെ കാര്യനിർവഹണ സമിതി എന്ന് പറയും. എക്സിക്യൂട്ടീവ് 5 അംഗ സമിതിയാണ്. വനിതാ സംഘങ്ങളുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തും. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് 5 അംഗങ്ങൾ. അവർ പോയിട്ടാണ് ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുന്നത്. ഓരോ സംഘത്തിൽ നിന്നും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഉന്നത ക്ഷീരനിർവഹണ കൗൺസിലിൽ അവരെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എത്ര സംഘങ്ങളുണ്ട്? 20 വനിതാ സംഘങ്ങളുണ്ട്. അതിൽ നിന്ന് ഒരു വ്യക്തിയെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എവിടത്തേക്കാണ് നമ്മൾ പറഞ്ഞു വിട്ടിരിക്കുന്നത് അറിയോ? അപ്പെക്സ് ഡയറി മാനേജ്മെൻറ്റ് കൗൺസിൽ. ഒരു കമ്മിറ്റികളൊക്കെ വേണം. അതായത് ഈ കമ്മിറ്റി ഓർഗനൈസേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ധാരാളം കമ്മിറ്റികളൊക്കെ ഉണ്ടാകും. കാരണം എല്ലാ അധികാരങ്ങളും ഒരാളുടെ കയ്യിലോ 2 ആളുടെ കയ്യിലോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ജനാധിപത്യപരമായ രീതിയിൽ നടപ്പിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. അധികാരങ്ങളും അവസരങ്ങളും നമ്മൾ പരമാവധി വിഭജിച്ച് കൊടുക്കണം. ഓക്കെ, എന്നാലേ എന്തുണ്ടാവുകയുള്ളൂ? പ്രാദേശികപരമായിട്ടുള്ള നേതൃത്വം വളർന്നു വരികയുള്ളൂ, അഴിമതി പരമാവധി ഇല്ലാതാകുകയുള്ളൂ, വികേന്ദ്രീകരണം സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പല പല കമ്മിറ്റികൾ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഈ പ്രവർത്തന ഘട്ടത്തിലും നമ്മൾ 5 അംഗ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കമ്മിറ്റിയുടെ അകത്ത് ആളുകളെ സെലക്ട് ചെയ്യുന്നത് വളരെ ജനാധിപത്യപരമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുത്ത എക്സിക്യൂട്ടീവ് സമിതിയാണ് പശുക്കളെ വിതരണം ചെയ്തത്. അവിടെ ഇവർ ചെയ്യുന്നതാണ് ഡയറി യൂണിറ്റ് ആണ്, വനിതകളുടെ ഡയറി യൂണിറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പശുക്കളെ വിതരണം ചെയ്തത് ഈ പറയുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. പിന്നെ ഈ സംഘടനയുടെ തന്നെ സഹായത്തോടു കൂടി എന്ത് നിർമ്മിച്ചു? തൊഴുത്ത്. അല്ല, കൗഷെഡ് ഇല്ലാതെ നമുക്ക് കാര്യം മുന്നോട്ട് പോകുമോ? പശുവിനെ നമുക്ക് വീടിൻ്റെ സൈഡിൽ കെട്ടിയിട്ടാൽ മതിയോ? പറ്റില്ല. നമ്മളതിനെ പശുവിനെ സുരക്ഷിതമായി താമസിപ്പിക്കാൻ തൊഴുത്ത് നിർമ്മിക്കണം, അല്ലേ? അത് ചെയ്തത് ഈ സംഘടനയുടെ സഹായത്തോടെയാണ്. ഇനി പശുവിൽ നിന്ന് ലഭിക്കുന്ന ശേഖരിക്കപ്പെടുന്ന പാൽ പ്രാദേശികമായി വിപണനം നടത്തുകയും നമുക്ക് കിട്ടുന്ന പാൽ എന്ത് ചെയ്യുക? നാട്ടിൽ തന്നെയുള്ള ആളുകൾക്ക് വിൽക്കുക. നാട്ടിൽ ചായക്കട ഉണ്ടാവും, എല്ലാ വീടുകളുണ്ടാവും, എല്ലാ വീട്ടിലൊക്കെ പാൽ ആവശ്യമുണ്ട്, അവിടേക്ക് വിൽക്കുക. ബാക്കി വരും, അതുകൊണ്ട് തീരില്ല. ബാക്കി വരുന്നത് സംസ്കരണ കേന്ദ്രത്തിൽ കൊടുക്കും. നമുക്കൊക്കെ അറിയാം, നമ്മൾ തൃശ്ശൂർക്ക് പോകുന്ന വഴിയിൽ മിൽമയുടെ ഒരു പ്ലാന്റ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ തൃശ്ശൂർ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഇതുപോലുള്ള സൊസൈറ്റികൾ ശേഖരിക്കുന്ന പാല് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ടാണ് സംസ്കരിച്ചിട്ട് വിതരണം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ആണ് സംസ്കരണ കേന്ദ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഘട്ടമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു ഘട്ടം, അടുത്ത ഘട്ടത്തിൽ കൂടെ നമുക്ക് പോകാം. അതിനും കൂടെ സമയം നമുക്കുണ്ട്. ഇവാലുവേഷൻ ഘട്ടം എന്ന് പറയും. എന്താ പറയുക? ഇവാലുവേഷൻ ഘട്ടം. അപ്പോൾ നമുക്ക് ഇവാലുവേഷനിൽ എന്താണ് നടക്കുന്നത് നോക്കാം. പേജ് 37 ലാസ്റ്റ് പാരഗ്രാഫാണ്. Evaluation is carried out to assess the effectiveness of programs and to check whether the intended goal is achieved or not. Evaluation helps to locate the shortcomings and failures of the program. Evaluation can be internal or external. External evaluation will be conducted by the community organizer and organizing team. For external evaluation, the service of an expert from the agency or outside can be made use. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയുടെ കാര്യക്ഷമത വിലയിരുത്തുന്നതിനും നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടുള്ള ലക്ഷ്യം നേടിയെടുത്തോ എന്നറിയാനുമാണ് നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നത്, അല്ലെ? പരീക്ഷയൊക്കെ നടത്തുന്നതിനതാ നമ്മൾ പഠിപ്പിച്ച മുഴുവൻ മനസ്സിലായോ, കുട്ടികൾക്ക് മനസ്സിലായെന്നൊക്കെ അറിയാനല്ലേ നമ്മൾ പരീക്ഷ നടത്തുന്നത് എന്ന് പറയുന്ന പോലെയാണ് ഇവാലുവേഷൻ. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പരിപാടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറേ ഒബ്ജക്റ്റീവ്സ് ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട്, കുറേ ഗോൾസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നടന്നോ, അത് എത്രത്തോളമായി, അതിൻ്റെ വിജയവും പരാജയവും ഒക്കെ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇവാലുവേഷൻ അഥവാ വിലയിരുത്തൽ നടത്തുന്നത്. പരിപാടിയുടെ കുറവുകളും പരാജയങ്ങളും കണ്ടെത്താൻ വിലയിരുത്തൽ സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, നമ്മുടെ പരിപാടി എത്രത്തോളം വിജയകരമായിരുന്നു, അത് എത്രത്തോളം വൃത്തിയായിട്ട് നടന്നു, എന്തൊക്കെ ദോഷങ്ങളുണ്ടായി, എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടായി എന്നൊക്കെ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഘട്ടം. അപ്പോൾ ഇത് 2 വിധത്തിൽ നടത്താം. ഒന്ന് എക്സ്റ്റേണലായിട്ടും 2 ഇൻറ്റേർണലായിട്ടും നടത്താം. ഓക്കെ, ഇൻറ്റേർണൽ എന്നുള്ളതിനാണ് ആന്തരികം എന്ന് പറയുന്നത്, എക്സ്റ്റേണൽ എന്നുള്ളതിന് ബാഹ്യം എന്ന് പറയും. ഓക്കെ, ഇൻറ്റേർണൽ ഇവാലുവേഷൻ നടത്താം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇവാലുവേഷനും നടത്താം. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ സംഘാടകരും ചേർന്നിട്ടാണ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ അഥവാ ആന്തരിക വിലയിരുത്തൽ നടത്തുക. കാരണം കമ്മിറ്റി ഓർഗനൈസർ ഈ പരിപാടിയുടെ അകത്തുള്ള ആളാണ്,
ഇതിനകത്തുള്ള നാട്ടുകാരും അതിനകത്തുള്ള ഈ സ്ത്രീകളും മറ്റ് കമ്മിറ്റികൾ അംഗങ്ങളായിരിക്കുന്ന ആൾക്കാരും ഒക്കെ ഇൻസൈഡേഴ്സാണ്, ഈ പരിപാടിയുടെ കൂടെയുള്ളവരാണ്. അപ്പോൾ അവർ നടത്തുന്ന ഇവാലുവേഷനെ ഇൻറ്റേർണൽ ഇവാലുവേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ ആ പരിപാടി വിലയിരുത്തുന്നതിനാണ് നമ്മളെന്ന് പറയുക ഇൻറ്റേർണൽ ഇവാലുവേഷൻ എന്ന് പറയാം. ഓക്കെ. അതേസമയം എക്സ്റ്റേണൽ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. പുറത്തുനിന്ന് ആളെ കൊണ്ടുവരിക, അവിടെ പുറത്തുനിന്ന് ആളുകൾ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റീഡ്സ് എന്ന് പറയുന്ന സംഘടനയാണല്ലോ ഇവിടെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നടത്തുന്നത് തീരുമാനിച്ചല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ ഒരു എക്സ്പെർട്ടിനെ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമില്ലാത്ത വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നിട്ടും നടത്താം. അങ്ങനെ ചെയ്യുന്നതിനാണ് വിലയിരുത്തൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പരിപാടികളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ, എല്ലാം കറക്റ്റായിട്ടാണോ പോകുന്നത്, എന്തൊക്കെയാണ് തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത്, ആ തെറ്റുകൾ എങ്ങനെ തിരുത്താം, എന്തൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇവാലുവേഷൻ കൂടിയേ തീരും. ഇനി ആ ഇവാലുവേഷൻ ഇൻറ്റേർണൽ ആവാം, എക്സ്റ്റേണൽ ആവാം. ഇൻറ്റേർണൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നടത്തുന്ന ആ പ്രദേശത്തുള്ള ആളുകൾ, ആ കമ്മ്യൂണിറ്റി ഓർഗനൈസറും ഒക്കെ കൂടെ ചേർന്ന് നടത്തുന്നതാണ്. എക്സ്റ്റേണൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഏജൻസിയോ അല്ലെങ്കിൽ പുറമേ നിന്നുള്ളൊരു വിദഗ്ധനെ കൊണ്ടുവന്നിട്ടോ ചെയ്യുന്ന കാര്യമാണ്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഇവാലുവേഷൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണ് അവർ അത് ചെയ്തത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇനി അറ്റ് കിളിമല ഇന്റേണൽ ഇവാലുവേഷൻ ബൈ the Apex Committee was carried out once in 3 months. The external evaluation was conducted annually by an expert from outside. The periodic evaluation helped them to rectify issues related to repayment, marketing and general administration of the project. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് കിളിമലയിൽ അത് ചെയ്തത് എന്ന് നോക്കാം. കിളിമലയിൽ 3 മാസത്തിലൊരിക്കൽ ഉന്നത സമിതിയുടെ നേതൃത്വത്തിൽ ആന്തരിക വിലയിരുത്തൽ നടത്തും. അപ്പോൾ ഇന്റേണൽ ഇവാലുവേഷൻ ഓരോ 3 മാസം കൂടുമ്പോൾ നടത്തും. അത് ആരാണ്, ഈ അപ്പെക്സ് കമ്മിറ്റി തന്നെയാണ് ചെയ്യുക. പിന്നെ അതിന് പുറമേ നിന്നുള്ള വിദഗ്ധരെ ഉപയോഗിച്ച് വർഷത്തിലൊരിക്കൽ എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തും. എക്സ്റ്റേണൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ബാഹ്യമായിട്ടുള്ള വിലയിരുത്തൽ നടത്തും, പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വർഷത്തിലൊരിക്കലാണ് ചെയ്യുക. അപ്പോൾ അതിനുകൊണ്ടുള്ള ഗുണം എന്താണ്, ഈ പണത്തിൻ്റെ തിരിച്ചടവ് അല്ല, നമ്മൾ ലോൺ എടുത്തിട്ടൊക്കെയാണ് ചെയ്യണേ. വിപണനം, മാർക്കറ്റിംഗ് എന്ന് പറയും. ഈ സാധനങ്ങൾ പാല് വിൽക്കുകയും ചാണകം വിൽക്കുകയും ഒക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ്, പദ്ധതിയുടെ പൊതുഭരണം, എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഭരണം കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് നിശ്ചിത ഇടവേളകളിൽ നടന്നിട്ടുള്ള എന്ത് സഹായിക്കുന്നു, ഇവാലുവേഷൻ സഹായിക്കുന്നു. ഓക്കെ, റൈറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തുന്നത്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ പരീക്ഷ നടത്തുന്ന പോലെയാണ്. നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ കറക്റ്റായിട്ടാണ് പോകുന്നത് എന്ന് നോക്കാനുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ കിളിമലയിൽ അത് ഒന്ന് അപ്പെക്സ് കമ്മിറ്റിയുടെ വക ഇൻറ്റേർണൽ ഇവാലുവേഷനും പുറത്തുനിന്ന് അത് 3 മാസത്തിലൊരിക്കലാണ്. പിന്നെ പുറത്തുനിന്നൊരു വിദഗ്ധനെ കൊണ്ടുവന്നിട്ട് വർഷത്തിലൊരിക്കലും എന്ത് ചെയ്യും, എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തും. അപ്പോൾ ഇതാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള മോഡിഫിക്കേഷൻ ആൻഡ് കണ്ടിന്യൂഷൻ. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവീകരണം അല്ലെങ്കിൽ മാറ്റം വരുത്തൽ എന്നൊക്കെ അർത്ഥം. കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടരുക എന്നർത്ഥം. ഓക്കെ. അപ്പോൾ നമുക്ക് പേജ് 38 എച്ച് എന്നുള്ളത് നോക്കാം. Based on the evaluation, we may have to change some programs or modify them. We can modify programs either by mobilizing more resources or by changing the present activities to attend new issues. അപ്പോൾ എന്താ പറയുന്നത്, വിലയിരുത്തലിൻ്റെ അടിസ്ഥാനം നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് നടത്തി, ഇവാലുവേഷൻ നടത്തി. ആ ഇവാലുവേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിലപ്പോൾ ചില പരിപാടികളിലൊക്കെ മാറ്റം വരുത്തേണ്ടിയിരിക്കും. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് വേണ്ടത്ര വിജയം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ പരിപാടിയിൽ മാറ്റം വരുത്തണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ പരിപാടി കുഴപ്പമില്ല, പക്ഷേ അതിന് ചില മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ട്, ചില മാറ്റങ്ങൾ വരുന്നു. അതിനാണ് നവീകരണം എന്ന് പറയും. അപ്പോൾ അത് പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. നമ്മൾ നടത്തിക്കൊണ്ടുന്ന പ്രോഗ്രാമിൽ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടി വരും, ചിലപ്പോൾ നവീകരിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, നമ്മൾ മാറ്റം വരുത്തുമ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഇഷ്യൂസൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ നേരിടുന്നതിന് നമുക്ക് കൂടുതൽ റിസോഴ്സ് ആവശ്യമായി വരും. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയതായിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തേണ്ടി വരും, പണമോ മറ്റു സൗകര്യങ്ങളോ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ മാറ്റം വരുത്തുകയോ കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട്
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പരിപാടികൾ മോഡിഫിക്കേഷൻ ആൻഡ് കണ്ടിന്യൂഷൻ എന്ന് പറയുന്ന അവസാന ഘട്ടം നടത്താൻ നമുക്ക് സാധിക്കും. എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഇവാലുവേഷൻ നടത്തി നോക്കുമ്പോൾ കാണുന്ന കുറ്റങ്ങളും കുഴപ്പങ്ങളും ഒക്കെ പരിഹരിക്കുക, നവീകരിക്കുക, പരിപാടികളിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക, നമ്മുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ട് പുതിയ റിസോഴ്സ് വേണമെങ്കിൽ അത് കണ്ടെത്തുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മോഡിഫിക്കേഷൻ ആൻഡ് കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കിളിമലയിലെ ഉദാഹരണം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. After evaluation, realizing the success of in repayment, marketing and income generation, it is decided to extend the project to more beneficiaries. It was also decided to set up a chilling plant in the village. അപ്പോൾ എന്തൊക്കെയാണ് ഇവർ തീരുമാനിച്ചത്? അപ്പോൾ വിലയിരുത്തലിന് ശേഷം ഇവർക്ക് നമുക്ക് മനസ്സിലായി നമ്മുടെ പൈസ തിരിച്ചടയ്ക്കുന്ന പരിപാടി, പാല് വിൽക്കുന്ന പരിപാടി, വരുമാനം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ വിജയിച്ചിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യങ്ങളിലൊക്കെ എന്തുണ്ടായിട്ടുണ്ട്? വിജയമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് തീരുമാനിച്ചു? നമ്മളിപ്പോൾ നടപ്പിലാക്കുന്ന പരിപാടി കൂടുതൽ ഗുണഭോക്താക്കളിലേക്ക്, ബെനിഫിഷ്യറീസിലേക്ക് വ്യാപിപ്പിക്കണം, എത്തിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലല്ലേ 7 മുതൽ 15 വരെ അംഗങ്ങളുള്ള 20 സംഘങ്ങളാണ്, ഗ്രൂപ്പുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വിജയിച്ച സ്ഥിതിക്ക് നമുക്ക് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി കൂടുതൽ ഗ്രൂപ്പുകളെ ഉണ്ടാക്കാം. അതിനു പുറമെ അവർ വേറൊരു കാര്യം കൂടെ തീരുമാനിച്ചു. ഈ ഗ്രാമത്തിൽ ഒരു ശീതീകരണശാല, പാൽ ചില്ലിംഗ് പ്ലാന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ നമ്മുടെ വില്ലെടുത്ത് കാണുന്നത് ചില്ലിംഗ് പ്ലാന്റാണ്. പാൽ അവിടെ കൊണ്ടുപോയിട്ട് അത് പ്രത്യേക രീതിയിൽ ചൂടാക്കി അതിന് പാസ്ചറൈസേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ചെയ്ത് പാല് കേടുകൂടാതെ സംരക്ഷിക്കുന്ന പരിപാടി. അപ്പോൾ അതിന് ചില്ലിംഗ് പ്ലാന്റ് ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ പാല് കേടായി പോകും. അത് ഗ്രാമത്തിൽ തന്നെ തുടങ്ങാൻ ആര് തീരുമാനിച്ചു? നമ്മുടെ ഈ പറയുന്ന കമ്മിറ്റി ഓർഗനൈസേഷൻ്റെ ആൾക്കാർ, ആപെക്സ് ബോഡിയും ഒക്കെ തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് അവസാന ഘട്ടമായിട്ടുള്ള നവീകരണവും തുടർച്ചയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഘട്ടം എന്ത് ചെയ്തിരിക്കുകയാണ്? ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം ഇത് മതി. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം.